ഹലോ ഗൈസ്, അപ്പോൾ ഇതാ കുറേ ആയിട്ട് മാളിലൊക്കെ ഒന്ന് പോയിട്ട് അപ്പോൾ ഇന്നിതാ നമ്മൾ ഗൂഗിൾ മാളിലേക്കാണ് വന്നത്. ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് കറങ്ങി തിരിഞ്ഞ് എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ വന്നതാട്ടോ. ഈ ഒരു ബാഗ് ഉണ്ടല്ലോ, ഞാൻ ജസ്റ്റ് 200 റുപ്പീസിനാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി. അങ്ങനെ അതാ കുറച്ച് നേരം താഴൊക്കെ ചുറ്റി കളിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് പോയിട്ട് അവിടെ എത്തിയപ്പോൾ പിന്നെ ഞങ്ങൾ എന്താ വാങ്ങാന്നുള്ള കൺഫ്യൂഷനിലായി. അങ്ങനെ ഞങ്ങൾ 3 പേരും സെയിം ഫുഡ് തന്നെ ഓർഡർ ചെയ്യാണ്ട് 3 വ്യത്യസ്ത ഫുഡുകൾ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ 3 ഫുഡും ഓർഡർ ചെയ്തത് ഫസ്റ്റ് ഫോണും സെക്കൻഡ് ഫോണും അങ്ങനെ അവസാനം 3 ഫോണും കിട്ടി കയ്യിൽ. അങ്ങനെ ഞങ്ങൾ നേരെ പുറത്ത് പോയി സീറ്റ് പിടിക്കാൻ പോയപ്പോഴത്തേക്കും നമ്മുടെ ഫോൺ ഓരോന്നായിട്ട് അടിയാൻ തുടങ്ങി ഗൈസ്. ഫസ്റ്റത്തെ 2 ഐറ്റത്തെപ്പോഴത്തേക്കും മൂന്നാമത്തെ ഐറ്റത്തിന് ഒരു 2 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ ആയിട്ട് എങ്ങനെയോ സീറ്റിലെത്തിട്ടോ. അവിടെ ഒരാളാണെങ്കിൽ കട്ട വെയിറ്റിംഗിലായിരുന്നു കേട്ടോ. ഷെസമോള്. എനിക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് ഇവിടുത്തെ അൽഫാമായിരുന്നു കേട്ടോ. പക്ഷെ പുറത്തുനിന്ന് വാങ്ങിയ അൽഫാം വെച്ച് നോക്കുമ്പം ഇത് ബെസ്റ്റ് ആണെന്ന് ഞാൻ പറയൂല. നമ്മൾ വാങ്ങിച്ച 3 നിന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത് അൽഫാമായിരുന്നു. പിസ്സ പിന്നെ ഓക്കെ എന്നുള്ള ഒരു ഇതിലായിരുന്നു. ബെസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ ചിക്കനിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നതും കുഴപ്പമില്ലായിരുന്നു. പിസ്സനെക്കാട്ടും നല്ലതായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ചു നേരം ഫോണൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച് പിന്നെ അങ്ങോട്ട് ഇരുന്ന് കഴിക്കാൻ തുടങ്ങി. ശസമോളാണെങ്കിൽ പിസ്സയിലുള്ള ആ ഒരു ചീസ് വലിയുന്ന കണ്ടിട്ട് അതിന്റെ അതൃപ്പത്തിലാണ്. ഞാനാണെങ്കിൽ ആ കുബൂസും ബ്രോസ്റ്റഡൊക്കെ കൂട്ടി എല്ലാം നമ്മൾ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറി കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിതാ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇടണല്ലോ. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടലും മസ്റ്റാണ് ഗൈസ്. അങ്ങനെ അതാ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം സഫീനൊക്കെ ഒരു ആഗ്രഹം ചീസ് കേക്ക് കഴിക്കണം എന്ന്. ഞങ്ങൾ ആരും കഴിച്ചിട്ടില്ല കേട്ടോ, ഇതുവരെ ഫസ്റ്റ് ടൈമാണ്. അങ്ങനെ ഈ ഒരു ബൈറ്റ് എടുത്തതേ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ. ഓള് പിന്നെ അത് ഇറക്കി. അതെന്താന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ച പോലെ അല്ലായിരുന്നത്. ഒട്ടും ടേസ്റ്റ് ഇല്ലായിരുന്നു. ഒരുമാതിരി എന്താ പറയുക, അത് ഇറക്കണമെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കണം അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ പോലായിരുന്നു കേട്ടോ. പക്ഷെ നമ്മൾ അവരുടെ ഷോപ്പിന്റെ മുന്നിൽ ഇരുന്ന് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഓരോ എക്സ്പ്രഷനോ കാര്യങ്ങളോ ഒന്നും ഇടാൻ പറ്റില്ല. ഒന്നും നോക്കില്ല, ഞങ്ങളെ നേരെ പാഴ്സലാക്കി കേട്ടോ. പിന്നെ മൊത്തം നമ്മൾ അതിന്റെ ആ ഒരു വൈബിൽ അതെന്നെ ഓർത്ത് ചിരിക്കായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ താഴെ ഒന്ന് ഇവിടെ നെസ്റ്റോയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ കാര്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്ന ചെടിയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ചെടികളൊക്കെ നമ്മൾ വാങ്ങി ഒരു ചെടി താഴെ വെക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പൊ പിന്നെ പേടിയായി, ഓൾ എന്റെ കയ്യിൽ കൊണ്ടുതരും. പിന്നെ ഒരു ചട്ടി സഫീനന്റെ കയ്യിലേക്കും കൊടുത്ത് അങ്ങനെ പിന്നെ നമ്മൾ ബില്ലൊക്കെ ആക്കി കഴിഞ്ഞ് നേരെ പുറത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല വെടിക്കെട്ട് മഴ പെയ്തിപ്പോൾ കഴിഞ്ഞിട്ടുള്ളേനു. അങ്ങനെ നമ്മൾ അടുത്ത മഴ പെയ്യുന്നതിന് മുന്നേ നേരെ നമ്മൾ വീട്ടിലേക്ക് പോയി. ദാറ്റ്സ് ഇറ്റ്. ബട്ട് അപ്പം ഇത്രേ ഉള്ളൂ.